ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ചേർത്ത് തയ്യാറാക്കിയ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ 2 റെസിപ്പീസ് ആയിട്ടാണ്. ഈ ഒരു വലുപ്പത്തിൽ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് 3 ക്യാരറ്റ് ആണ് വേണ്ടത്. രണ്ടാമത്തെ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് 1 ക്യാരറ്റ് മതിയാവും. ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ എടുത്തു വെച്ച 4 ക്യാരറ്റും തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ മുറിച്ച് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 2-3 വിസിൽ വരുത്തി ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. എടുത്തു വെച്ച 4 ക്യാരറ്റും കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടയ്ക്കുകയാണ്. ഇനി 3 വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിന്റെ പ്രഷർ എല്ലാം പോയപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ് ചൂടാറി വന്നപ്പോൾ 3 ക്യാരറ്റ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 ക്യാരറ്റ് ആണ് വേണ്ടത്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ മറന്നു പോയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിന് പകരമായിട്ട് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വാനില ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ വേവിച്ചു വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതിൽ 1 ക്യാരറ്റ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തൈര് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റും തൈരൊക്കെ ചേർത്തിട്ട് ക്യാരറ്റ് ലസ്സിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. തൈരിന്റെ പുളി അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പിന്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ക്യാരറ്റ് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്